നിങ്ങൾ ഈ കാണുന്നതാണ് അക്രോപോളിസ്. ഗ്രീസിലെ ഏതൻ സിറ്റിയിലെ ഒരു ലാൻഡ്മാർക്ക് നിർമ്മിതിയാണ്. BC 400 ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. സിറ്റിയുടെ നടുക്ക് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് പണിതിരിക്കുന്നത്. മനോഹരമായ ഒലീവ് തോട്ടത്തിൻ്റെ നടുവിലൂടെ വേണം നടന്നു കയറാൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷം വിസിറ്റ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളിൽ ഒന്നാണിത്. അക്രോപോളിസിൻ്റെ സൗത്ത് സൈഡിൽ ഒരു കൂറ്റൻ തിയേറ്ററുണ്ട്. 17,000 ആൾക്കാർക്ക് ഒരുമിച്ച് ഒരു സമയം ഇരുന്ന് പരിപാടികൾ കാണാൻ പറ്റിയ ഒരു ഇടമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ നിർമ്മിതിയാണ്. പല ഭാഗങ്ങൾ നശിച്ചുപോയി, എന്നാലും ചില ഭാഗങ്ങൾ വളരെ ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഗ്രീക്ക് നാടകത്തിൻ്റെയൊക്കെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അക്രോപോളിസിൻ്റെ എൻട്രൻസിലെത്താൻ പറ്റും. ഇവിടെ നിന്ന് സിറ്റിയുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. അക്രോപോളിസിൻ്റെ എൻട്രൻസ് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഇതിന് മേൽക്കൂര പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 75% തകർന്നിരിക്കുകയാണ്. പക്ഷേ തൂണുകളും മറ്റു ഭാഗങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. തൂണുകളെല്ലാം തന്നെ ഒരു കൂറ്റൻ നിർമ്മിതിയാണ്. ഒരുപാട് കല്ലുകൾ കൂട്ടിവെച്ച് വളരെ മനോഹരമായി ചെത്തി മിനുക്കിയെടുത്ത തൂണുകളാണ്. മേൽക്കൂര പലതും നശിച്ചെങ്കിലും ചില ഭാഗങ്ങൾ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൊത്തുപണികളും കാണാൻ പറ്റും. അവിടെ നിന്ന് കഴിഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർത്തനോൺ എന്ന് പറയുന്ന ടെമ്പിൾ കാണാൻ പറ്റും. അഥീനയുടെ ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെയും പല ഭാഗങ്ങളും യാണ് ഈ യുദ്ധം കൊണ്ടും നാച്ചുറൽ കലാമിറ്റി കൊണ്ടൊക്കെയാണ് നശിച്ചു പോയത്. അതിൻ്റെ റീസ്റ്റോറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്രോപോളിസിൻ്റെ ഈസ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ നടുക്ക് മറ്റൊരു അമ്പലം കാണാൻ പറ്റും. സിയൂസ് ദേവൻ്റെ ഒളിമ്പിയ സിയൂസിൻ്റെ അമ്പലമാണ്. ആ കാഴ്ച കണ്ട് തിരിച്ച് നടന്നാൽ നമുക്ക് മറ്റൊരു അമ്പലം കാണാൻ പറ്റും. അഥീനയുടെ നൈക്കി എന്ന് പറയുന്ന അമ്പലം. ഇത് അഥീന ദേവത ഏതൻസ് യുദ്ധം ജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുണ്ടാക്കിയ അമ്പലമാണ്. പലതും മേൽക്കൂരയൊക്കെ നശിച്ചു, പക്ഷേ ആ തൂണുകളും മറ്റു ചുവരുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 6 സുന്ദരിമാരുടെ സ്റ്റാച്യൂസാണ്. ഈ അഥീനയുടെ അമ്പലത്തിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഏതൻസ് വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരിടമാണിത്.